ആരോഗ്യപരമായ കുട്ടിക്കാലം ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള പ്രധാന കാലഘട്ടമാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വന്ന ജീവിത രീതിയിലുള്ള മാറ്റങ്ങളും ഭക്ഷണശീലങ്ങളിലെ മാറ്റങ്ങളും കുട്ടികളിൽ പൊണ്ണത്തടിക്ക് ഒരു പ്രധാന കാരണമാവുന്നുണ്ട്. ഐ എം ഡോക്ടർ ഷഹന, ബാസിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. മെലിഞ്ഞ കുട്ടികൾ വണ്ണം വയ്ക്കുന്നു എന്ന് പറയുന്നത് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പി ന്യൂസാണ് അല്ലേ? എന്നാൽ ഇത് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്ന് മാത്രം നമ്മൾ തിരിച്ചറിയപ്പെടാറില്ല. എന്നാൽ നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് BMI, അതായത് ബോഡി മാസ് ഇൻഡെക്സ്. കുട്ടിയുടെ ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് നിലനിൽക്കുന്നുണ്ടോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓരോ കുട്ടിക്കും അതിൻ്റെ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് നമ്മളൊരു വെയിറ്റ് ചാർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് കുട്ടിയുടെ തൂക്കം നിർണ്ണയിക്കപ്പെടുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ചാർട്ട് പ്രകാരം 95% എബോവ് ആണെന്നുണ്ടെങ്കിൽ കുട്ടി പൊണ്ണത്തടി അഥവാ ഒബേസിറ്റി അറ്റൈൻ ചെയ്തിരിക്കുന്നു. അതല്ല 85 മുതൽ 95% വരെയാണ് അതിൻ്റെ ചാൻസ് എങ്കിൽ കുട്ടി ഓവർ വെയിറ്റ് ആവാൻ സാധ്യതയുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഈ പൊണ്ണത്തടി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി ജനറ്റിക് ഫാക്ടേഴ്സ്, പാരമ്പര്യമായി കിട്ടുന്നതാണ്. അത് നമുക്കൊരിക്കലും മരുന്നുകൊണ്ട് സുഖപ്പെടുത്താൻ കഴിയാത്തതാണ്. ഫാമിലിയൽ ടെൻഡൻസി, ഇത് ഗ്രാൻഡ് പാരൻസിന് ചൈൽഡ്ഹുഡ് ഒബേസിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ കുട്ടികൾക്കും അവരുടെ മക്കൾക്കും ഇതേ പ്രശ്നം ഭാവിയിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചില മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും നമുക്ക് ഒബേസിറ്റി വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വരുന്നത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ്. അതിൽ സ്ട്രെസ്സ് മെയിൻ ഫാക്ടറാണ്. ചില കുട്ടികൾ എക്സാമിൻ്റെ ടൈമിൽ ഒരുപാട് ടെൻഷൻ അടിക്കാറുണ്ട്. ആ ടെൻഷൻ്റെ ഫലമായി അവർ അത് ധാരാളം ഫുഡ് കഴിക്കുകയും പിന്നീട് അത് ഒബേസിറ്റിയിലേക്ക് മാറാനുള്ള സാധ്യത കാണപ്പെടാറുണ്ട്. പിന്നെ വരുന്നത് ഹോർമോണൽ ഇംബാലൻസും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടും ഉണ്ടായിട്ടുള്ള കാരണങ്ങളാണ്. അതിൽ പ്രധാനമായും ഇപ്പോൾ കോവിഡിന് ശേഷം കുട്ടികൾ വീട്ടിൽ അധിക സമയം സ്പെൻഡ് ചെയ്യുകയും പാരൻസും വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നത് വഴി സ്ക്രീനിങ് ടൈം കൂടുകയും അതോടൊപ്പം തന്നെ TV, ഫോൺ, ടാബ്, ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് തുടങ്ങിയവയുടെ ഉപയോഗം തന്നെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ കുട്ടികൾ TV കാണുകയും അല്ലെങ്കിൽ സ്ക്രീനിങ് ടൈം എടുക്കുകയും ചെയ്യുമ്പോൾ അറിയാതെ എത്രത്തോളം ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് അവർ തന്നെ അറിയാതെ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത് വഴി പൊണ്ണത്തടി കൂടാനും കാരണമായിട്ടുണ്ട്. അതിനായി തന്നെ നമ്മൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡാണ് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുന്നതിനോടൊപ്പം കറക്റ്റ് ടൈമിൽ ഒരു പ്ലേ ടൈം ഉണ്ടാക്കി കൊടുക്കുക, പ്രെയർ ടൈം ഉണ്ടാക്കി കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ലീപ്പിംഗ് ടൈം ഉണ്ടാക്കി കൊടുക്കുക, സ്റ്റഡി ടൈം ഉണ്ടാക്കി കൊടുക്കുക, പ്രെയർ ടൈം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല. ഇതിനായി തന്നെ നമ്മൾ പ്രത്യേക സമയം മാറ്റി വെക്കുന്നതിലൂടെ കൃത്യനിഷ്ഠതയോടുകൂടിയുള്ള ജീവിതം ഫോളോ ചെയ്യാനും അതവരെ ഹെൽപ്പ് ചെയ്യും. ഈ പൊണ്ണത്തടി വളരെ ആരോഗ്യപരമായ പ്രശ്നങ്ങളിലേക്കാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പ്രധാനമായി കൊളസ്ട്രോൾ, BP, Type 2 ഡയബറ്റിസ്, ഡിസ്ലിപ്റ്റീമിയ, അതായത് ശരീരത്തിൽ ഉയർന്ന അളവിൽ ഫാറ്റിൻ്റെ ഡെപ്പോസിഷൻ വരുന്നത്. പിന്നെ കുട്ടികളിൽ കാണുന്നതാണ് കൂർക്കം വലി. ചില സമയത്ത് നമ്മൾ പാരൻസ് ആണെങ്കിൽ പോലും അത് ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. ഇത് പൊണ്ണത്തടിയുള്ള കുട്ടികളിലാണെങ്കിൽ, തൂക്കം കൂടുതലുള്ള കുട്ടികളിലാണെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്നാണ് പറയാറുള്ളത്. കൂടാതെ എല്ല് തേയ്മാനം അല്ലെങ്കിൽ എല്ല് സംബന്ധമായ മറ്റു രോഗങ്ങൾ, ആർത്രൈറ്റിസ്, വാതരോഗങ്ങൾ എന്ന് പറയുന്നത്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, ഇതെല്ലാം പൊണ്ണത്തടി മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. പെൺകുട്ടികളിൽ കാണപ്പെടുന്ന കഴുത്തിന് പിറകിലുള്ള കറുപ്പ് നിറം, ഒരു ഡാർക്ക് പിഗ്മെൻറ്റേഷൻ, എക്കാന്തോസിസ് നൈഗ്രിസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ ഒരു പേഷ്യൻറ്റ് വന്നിരുന്നു. രോഗിയുടെ അമ്മ വന്നിട്ട് പറഞ്ഞിരുന്നത് കുട്ടിയുടെ കഴുത്തിന് പിറകിൽ ഒരു കറുപ്പ് നിറമുണ്ട്, എത്ര തേച്ച് കുളിച്ചിട്ടും അത് പോകുന്നില്ല എന്നുള്ളതായിരുന്നു. ആക്ച്വലി പാരൻസിനെ കൺസേൺ അതൊരു ഡാർക്ക് പിഗ്മെൻറ്റേഷൻ മാത്രമാണ്. എന്നാൽ ഇതൊരു ഹോർമോണൽ ഇംബാലൻസ് വഴി അല്ലെങ്കിൽ പൊണ്ണത്തടിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സിംറ്റം കൂടിയാണ്. ശാരീരികമായ മാറ്റങ്ങളോടൊപ്പം തന്നെ മാനസികമായും ഈ പൊണ്ണത്തടി കുട്ടികളെ ബാധിക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളുകളിൽ നിന്നോ പൊതുസ്ഥലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കുട്ടികളുടെ പ്ലേ ഏരിയയിൽ നിന്നെല്ലാം മറ്റു കുട്ടികളിൽ നിന്നും അവർക്കൊരു പെറ്റ് നെയിം കിട്ടുക, അതായത് കുട്ടിയുടെ ശരീരത്തിൻ്റെ പേരിലോ ശരീരത്തിൻ്റെ ആകൃതിയുടെ പേരിലോ കുട്ടിയെ മറ്റ് പേരുകൾ പറഞ്ഞ് വിളിക്കുന്നതും കുട്ടിയുടെ കോൺഫിഡൻസിനെ ബാധിക്കാൻ കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ പൊണ്ണത്തടി എന്നുള്ളത് ഒരു ഫാമിലിയൽ ഇഷ്യൂ ആയി തന്നെ നമ്മൾ കണക്കാക്കുക. അവരോടൊപ്പം ചേർന്ന് അവരെ ആ ഒരു പ്രോബ്ലത്തിൽ നിന്നും നമ്മൾ മറികടക്കാനാണ് ശ്രമിക്കേണ്ടത്. ആസ് എ പാരൻറ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ കുട്ടിയുടെ കൂടെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക. കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൈക്ലിംഗ് ആവാം, സ്വിമ്മിങ് ആവാം, ഈവൻ ഷട്ടിൽ ബാഡ്മിൻ്റൺ തന്നെ ആവാം. അത് കുട്ടിയോടൊപ്പം തന്നെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുക. അങ്ങനെ നമ്മൾ അവരുടെ കൂടെ ചെലവഴിക്കുന്നതിലൂടെ അവരുടെ ആത്മവിശ്വാസം നിലനിർത്താനും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ മറികടക്കാനും അത് നമ്മളെ വളരെയധികം സഹായിക്കും. അതിനായി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുക. ഉറങ്ങുന്നതിന്, ഉണരുന്നതിന്,
കളിക്കുന്നതിന്, പഠിക്കുന്നതിന്, പ്രാർത്ഥനയ്ക്ക് എല്ലാത്തിനും നമ്മൾ ഒരു കൃത്യമായ ടൈം ടേബിൾ ഫോളോ ചെയ്യുക. അതിലൂടെ അവരുടെ ആത്മവിശ്വാസം വളർത്തിയെടുക്കും. ഇനി സ്കൂൾ കഴിഞ്ഞ് വരുന്ന മക്കൾക്ക് നമ്മൾ ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കേണ്ടത് ഒരിക്കലും ജങ്ക് ഫുഡ് ആയിരിക്കരുത്. നോ ജങ്ക് ഫുഡ്, നോ ഷുഗറി ഡ്രിങ്ക്സ്, നോ ക്യാൻഡ് ജ്യൂസസ്, നോ ബേക്കറി. ഇതെല്ലാം നമ്മൾ പതിവാക്കുക. കാരണം നമ്മുടെ ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടൈം സേവിങ് ആയിട്ട് നമ്മൾ അത്തരം ഫുഡുകൾ കൊടുക്കുന്നത് വഴി ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെയാണ് കുട്ടികളേക്ക് നയിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് കണക്കാക്കുക. ഒരു കുട്ടിയുടെ പ്ലേറ്റ് എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഹാഫ് ദ പോർഷൻ, ഒരു പ്ലേറ്റിൻ്റെ ഹാഫ് ദ പോർഷൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. ക്വാർട്ടർ പോർഷനിൽ ഗ്രെയിൻസ് ആഡ് ചെയ്യാം. ഗ്രെയിൻസ് ഏതുമാവാം, നമുക്ക് ഗോതമ്പാവാം, രാഗി ആവാം, അരി ആവാം, ഏതുമാവാം. നെക്സ്റ്റ് ക്വാർട്ടർ പോർഷനിൽ പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പ്രോട്ടീൻസ് എന്നൊക്കെ മിൽക്ക് ആവാം, എഗ് ആവാം, സോയ ആവാം. അങ്ങനെ ഒരു ബാലൻസ്ഡ് മീറ്റ് നിലനിർത്തുന്നത് വഴി കുട്ടിയുടെ ആരോഗ്യം നിലനിർത്താനും നമ്മളെ സഹായിക്കും. ഇത് കുട്ടിക്ക് മാത്രമായിരിക്കരുത്. ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് കുട്ടിക്ക് മാത്രമായിരിക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫാമിലിയിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ പാരൻറ്റും കുട്ടികളും ഒരേപോലെയാണ് നമ്മൾ മീൽസ് എടുക്കുന്നത് എങ്കിൽ അത് കുട്ടിക്കും ഈസി ആയിട്ട് എടുക്കാനായിട്ട് സഹായിക്കും. ക്യാൻഡ് ജ്യൂസസും ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മളത് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യരുത്. ഒരിക്കലും ഒരു കാര്യം പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നത് വഴി അത് അവർ ദീർഘകാലത്തേക്ക് ഒഴിവാക്കാനായിട്ട് ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പതിയെ പതിയെ ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുവേണം നമുക്ക് എല്ലാ കാര്യങ്ങളും പുതിയ ശീലങ്ങളാക്കി മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഹെൽത്തി ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കായിക വിനോദങ്ങളിലും കുട്ടികളെ ഏർപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കുട്ടികൾക്ക് മാനസിക ഉല്ലാസത്തോടൊപ്പം ഫിസിക്കൽ ആക്ടിവിറ്റി വരുമ്പോൾ കുട്ടികൾ കൂടുതൽ എനർജറ്റിക് ആവാനും പൊണ്ണത്തടിയിൽ നിന്നും ഒരു പരിധിവരെ നമ്മളെ ഹെൽത്തി ഹാബിറ്റ്സിലേക്ക് കൊണ്ടുവരാനായിട്ടും സഹായിക്കും. ഒപ്പം ഹൈഡ്രേഷനും ഉറപ്പാക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഡോക്ടർ ഷഹന, ബാസിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.